ഹലോ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാവോ? ഹലോ. സർ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. എന്റെ സ്ക്രീന് കാണുന്നുണ്ടോ? യെസ് സർ. ആ, ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മെട്രിസസിനെ കുറിച്ചാണ്. ഇതിലെ മെട്രിസസിൽ നമുക്ക് ആദ്യം എന്താണ് മെട്രിക്സ്, പിന്നീട് ടൈപ്സ് ഓഫ് മെട്രിക്സ്, അതേപോലെ ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ മെട്രിസസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ഈ മെട്രിസസ്? നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ അതൊക്കെ? ഇതില് +2 യെസ് സയൻസ് സർ. പഠിച്ച ആരൊക്കെ ഉണ്ട് ഈ രണ്ടുപേരിൽ? ഹലോ. ഹലോ. യെസ് സർ. ഓക്കെ. അപ്പോ ഇതിന്റെ മുന്നേ മെട്രിസസ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് സർ. പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പം മെട്രിക്സ് എന്താണെന്നാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ദെൻ ഇതിലെ കുറച്ച് മെട്രിക്സിന്റെ ടൈപ്പ്, ഓർഡർ ഓഫ് മെട്രിക്സ്, ദെൻ ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. മെട്രിസസ്. ഓക്കെ. ഫസ്റ്റ് എന്താണ്? A matrix is an ordered rectangular array. Rectangular array of numbers or functions. The number or number or functions are called elements or the entries of a matrix. ഓക്കെ. ഞാൻ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അധികവും പ്രോബ്ലംസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് PPT ആയിട്ട് ഞാൻ റെഡി ആക്കിയിട്ടില്ല. അപ്പൊ അത് എന്താ ചെയ്യാം, ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നോട്ട്സ് ഒക്കെ പിന്നീട് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പൊ എന്താണ് ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എ മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ദ നമ്പർ ഓർ ഫങ്ഷൻസ് ആർ കോൾഡ് എലമെന്റ്സ് ഓർ ദ എൻട്രീസ് ഓഫ് എ മെട്രിക്സ്. അപ്പൊ നോർമലി നമ്മൾ മെട്രിക്സിനെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ വെച്ചിട്ടാണ് സൂചിപ്പിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ എ. 1 2 3 4 5 6. ഓക്കെ. ഇതൊരു മെട്രിക്സ് ആണ്. ഇതാണ് ഈ കാണുന്നത്. ഇതാണ് എന്ത്? റെക്ടാങ്കുലാർ അറേ. ഈ 1 2 3 4 5 6. ഓക്കെ. ഇതൊക്കെ എന്താണ്? ആർ ദി എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറയാം. ഈ കാണുന്ന വൺ എന്താണ്? എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറയാം. ഓക്കെ. അപ്പോ നമ്മൾ മെട്രിസസ് ഈ എക്കണോമിക്സിൽ എവിടൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്? ഈ മെട്രിക്സ് യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് മെത്തേഡ്.
പിന്നീട് ഈ എക്കണോമെട്രിക്സ് മോഡൽസിൽ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ ഗെയിം തിയറിയിൽ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഈ മെട്രിക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞു. മെട്രിക്സിലെ ഓരോ എലമെന്റ്സ്, ഓരോ ഈ നമ്പേഴ്സ് നമ്മൾ പറയുന്നതാണ് എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ, ബി, സി, ഡി, ഇ, എഫ് ഇങ്ങനെയും പറയാം. അപ്പൊ ഇതിലുള്ള ഓരോന്നിനെയും നമ്മൾ പറയുന്ന പേരാണ് എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ മെട്രിക്സ് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഹലോ, ഓക്കെ. ദെൻ നെക്സ്റ്റ്, അപ്പൊ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാട്ടോ, ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും മനസ്സിലാക്കി തരാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇപ്പൊ എന്താണ് മെട്രിക്സ് എന്നുള്ളതും ഈ മെട്രിക്സിലെ ഓരോ ടേംസിനെ അപ്പം പറഞ്ഞു. ഈ കാണുന്നതാണ് ഈ റെക്ടാങ്കുലർ അറേ. പിന്നീട് ഇതിലുള്ള ഓരോ എലമെന്റ്സിനെയും പറയുന്ന പേരാണ് എൻട്രീസ് അല്ലെങ്കിൽ എലമെന്റ്സ്, ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഒരു കാര്യത്തിൽ തന്നെ ഒരുപാട് നേരം നിൽക്കുന്നില്ല, കാരണം ഇതിൽ ചിലപ്പം ജസ്റ്റ് എന്താണ് മെട്രിക്സ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് എ മെട്രിക്സ് ചെറിയ രീതിയിലൊക്കെ ചോദിക്കുള്ളൂ. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് നേരത്തെ എഴുതിയ ആ തന്നെ എഴുതാം. എക്സാമ്പിൾ എ 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണ്? ഇപ്പൊ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഓർഡർ ഓഫ് എ മെട്രിക്സ്. ദാറ്റ് മീൻസ് m/n മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m റോസും n കോളംസും. ഓക്കെ, ഞാൻ ഈ എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, എന്താണ് ഇതിന്റെ ഓർഡർ എന്താണെന്നുള്ളത് കൃത്യമാക്കി മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടേക്ക് നോക്കിയേ. a ഈക്വൽ ടു 1 2 3 4 5 6. ഈ കാണുന്ന 1 2 3 എന്ന് പറയുന്നതാണ് എന്ത്? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. അപ്പൊ ഈ ഒരു മെട്രിക്സിന് എത്ര റോസ് ഉണ്ട്? റോസ് എത്ര? റോസ് 2. കോളംസോ 1 2 3. കോളംസ് എത്ര? 3. ഓക്കെ, കോളംസ് 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2/3. എന്താണ്? 2/3. ഓക്കെ, അതേപോലെ നമ്പർ ഓഫ് എലമെന്റ്സ്, number of elements in m/n matrix equal to mn. അതായത് ഇതിലുള്ള എലമെന്റ്സിന്റെ ടോട്ടൽ എലമെന്റ്സിന്റെ എണ്ണം നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഓർഡർ നോക്കിയാൽ മതി. ഇപ്പൊ 2/3 ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 6. 6 എലമെന്റ്സ് ഉണ്ട്. അതിനെന്ത് ചെയ്താൽ മതി? ഈ ഓർഡർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എലമെന്റ്സ് ആണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ m/n മെട്രിക്സ് ഈക്വൽ ടു mn. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, ആ ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓർഡർ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കേലും? പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ. ബി ഈക്വൽ ടു ABCDEFGH. ഇതിന്റെ ഓർഡർ ഒന്ന് പറയാൻ പറ്റുമോ? 2/4. ഏതാ?
2/4. യാ റൈറ്റ്, 2/4. അപ്പൊ നമ്മൾ ഇതിനെ സൂചിപ്പിക്കാൻ 2/4, 2 into 4 എന്നല്ല, 2/4, 2/4. ദാറ്റ് മീൻസ് 2 rows and 4 columns. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് എ മെട്രിക്സ് has 8 elements, what are the possible orders it can have? ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു മെട്രിക്സിൽ 8 എലമെന്റ്സ് ഉണ്ട്, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് എന്ത് 8 എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള മെട്രിക്സ് മേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. ഇപ്പൊ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ 8ന്റെ മൾട്ടിപ്പിൾസ് വെറുതെ എഴുതി നോക്കിയാൽ മതി. 8 കിട്ടാൻ എന്തൊക്കെ ചെയ്യാം? 8 into 1 ചെയ്യാം, അതേപോലെ 1 into 8 ചെയ്യാം. ഹലോ, സ്പീഡ് കൂടുന്നുണ്ടോ? ഹലോ, യെസ് സർ. എന്തേലും പ്രശ്നമല്ല? എന്തേലും കേൾക്കാത്ത പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ഓക്കെ 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 ഓക്കെ. അപ്പൊ 8 ഈക്വൽ ടു നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 8 into 1, 1 into 8, അതേപോലെ 2 into 4, 4 into 2. ഇനി 8ന് നമുക്ക് വേറെ ഏതെങ്കിലും നമ്പേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 8ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഇപ്പം നമുക്ക് 2ഉം 4ഉം വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതേപോലെ 1ഉം 8ഉം. ഇനി വേറൊരു നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 8ന് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, m/n മെട്രിക്സും n/m മെട്രിക്സും രണ്ടും രണ്ടാണ് കേട്ടോ. സോറി, m/n മെട്രിക്സും n/m മെട്രിക്സും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, 2/1 മെട്രിക്സും അല്ല 2/1 വേണ്ട, 3/1 മെട്രിക്സും 1/3 മെട്രിക്സും കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും, എങ്കിലും രണ്ടും ഡിഫറെന്റ് ആണ്. 3/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3 റോസ് ഉണ്ട്, ഒറ്റ കോളം ഉള്ളൂ. അപ്പൊ ഈ മെട്രിക്സ് വരിക ഇങ്ങനെ ആയിരിക്കും, ABC. ഇതാണ് എന്ത് 3/1 മെട്രിക്സിന്റെ എക്സാമ്പിൾ. അതേപോലെ 1/3 മെട്രിക്സിന്റെ 1/3 മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/3, 1 റോയും 3 കോളംസ് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെ വരിക? ABC. ഇവിടെ ഒറ്റ റോയേ ഉള്ളൂ, 3 കോളം ഉണ്ട്, 1 2 3. ഇത് കാണുമ്പോൾ നമ്മള് ഒരുപോലെ എന്ന് വിചാരിക്കും, പക്ഷെ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കുക. ഈ 3/1 എന്ന് പറയുന്ന മെട്രിക്സും 1/3 എന്ന് പറയുന്ന മെട്രിക്സും എന്താണ്? ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലമെന്റ്സ്, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്ന ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ 8/1, അല്ലെങ്കിൽ 1/8, 2/4, 4/2. ഇത്രേ പറ്റുള്ളൂ. കാരണം 8ന്റെ മൾട്ടിപ്പിൾസ് ഇത്രേ വരുന്നുള്ളൂ. 8ന്റെ ഫാക്ടേഴ്സ് നോക്കിയാൽ മതി. നമുക്ക് 8 എഴുതാൻ പറ്റുന്ന ആകെ ഈ നമ്പർ വെച്ച് മാത്രമേ പറ്റുള്ളൂ. സോ ഇതായിരിക്കും എന്ത് ഇതിന്റെ പോസിബിൾ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നേരെ മറിച്ച് 16 ആയിരുന്നെങ്കിലോ? 16 ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 16 into 1, 1 into 16. പിന്നെ നമുക്ക് 2 into 8 എഴുതിയാൽ 16 ആണ്. ഇപ്പൊ 2/8 എന്ന് പറയുന്ന മെട്രിക്സ്, 8/2 എന്ന് പറയുന്ന മെട്രിക്സ്. പിന്നീട് ഓക്കെ 4/4, 4 into 4 ചെയ്താൽ 16 ആണ്. അതുകൊണ്ട് 4/4 എന്ത് ചെയ്യാൻ പറ്റും? മെട്രിക്സ് ആക്കി എഴുതാൻ പറ്റും. പിന്നീട് 2 into 1 2 4 8. അപ്പൊ ഇത്രേ പോസിബിൾ ആയിട്ടുള്ളൂ. ഈ 16 നമ്പർ ഓഫ് എലമെന്റ്സ് 16 വരുന്ന മെട്രിക്സിന്റെ ഓർഡേഴ്സ് ഇത്രയേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇത് ഓക്കെ ആണോ?
Yes, sir. ഓക്കെ. ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത് ടൈപ്സ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് എ മെട്രിക്സ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, കോളം മെട്രിക്സ്. ആകെ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൺലി വൺ കോളം. ഇറ്റ് ഹാസ് ഓൺലി വൺ കോളം. ഫോർ എക്സാമ്പിൾ 1 2. ഇതെന്താണ്? ഇതൊരു കോളം മെട്രിക്സ് ആണ്. കാരണം ഇതിനെന്തുള്ളൂ? ഒറ്റ കോളമേ ഉള്ളൂ. സോ ഇതെന്താണ്? ഒരു കോളം മെട്രിക്സ് ആണ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബി സി. ഞാൻ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ടാട്ടോ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഞാൻ സെൻഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഈ ബി എന്ന് പറയുന്ന മെട്രിക്സ് എ ബി സി, ഇവിടെ എന്തുള്ളൂ? വൺ കോളം ഉള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? കോളം മെട്രിക്സ്. ഇവിടെ റോന്റെ എണ്ണം നോക്കേണ്ട ആവശ്യമില്ല. കോളം എത്ര ഉണ്ട്? കോളം 1 ഉള്ളൂ. സോ ദിസ് ഈസ് കോളം മെട്രിക്സ്. അതേപോലെ തന്നെയാണ് എന്ത് റോ മെട്രിക്സ് എന്ന് പറയുന്നതും. ഇറ്റ് ഹാസ് ഓൺലി വൺ റോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3, എ ബി. ഇതൊക്കെ എന്താണ്? റോ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് ടൈപ്പ് ആണ് സ്ക്വയർ മെട്രിക്സ്. അതാണ് സ്ക്വയർ മെട്രിക്സ്. ഇവിടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2, നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 2. അതായത് ഇത് 2 by 2 മെട്രിക്സ് ആണ്. അപ്പൊ 2 by 2 മെട്രിക്സ് എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്തായിരിക്കും? ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ്. അതേപോലെ വേറൊരു എക്സാമ്പിൾ ഇതാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 1 2 3. അതേപോലെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 1 2 3. അപ്പൊ ഇത് എന്ത് മെട്രിക്സാ? 3 by 3 മെട്രിക്സ്. സോ ഇതെന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പൊ 2 by 2 പറയുന്ന മെട്രിക്സ്, അതേപോലെ 3 by 3, 1 ഓക്കെ, 1 by 1, 2 by 2, 3 by 3, ഇങ്ങനെ വരുന്ന മെട്രിക്സുകളെല്ലാം എന്താണ്? സ്ക്വയർ മെട്രിക്സുകളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ആണ് ഡയഗണൽ മെട്രിക്സ്.
ഈ ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സ്, അതായത് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഈ സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് അല്ലാത്ത എലമെന്റ്സ് ഒക്കെ 0 ആയിട്ട് മാറും. ഓക്കെ, ഞാൻ അന്ന് ഇതിന്റെ ഡെഫിനിഷൻ എഴുതാം. പിന്നീട് നോക്കുമ്പോൾ ഉപകാരപ്പെടും. said to be. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്. ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് അല്ലാത്ത എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതായത് ഇവിടുത്തെ ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെ? 1 2 3. അപ്പൊ നോൺ ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാം? ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, അപ്പൊ 2x2 മെട്രിക്സിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് നോൺ 0 ആയിരിക്കണം. അല്ല, അതെ, ഡയഗണൽ എലമെന്റ്സ് നോൺ 0യും നോൺ ഡയഗണൽ എലമെന്റ്സ് 0യും ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സിന്റെ നോൺ ഡയഗണൽ എലമെന്റ്സ് 0യും ഡയഗണൽ എലമെന്റ്സ് നോൺ 0യും ആയിരിക്കണം. നോൺ ഡയഗണൽ എലമെന്റ്സ് 0യും ഡയഗണൽ എലമെന്റ്സ് നോൺ 0യും ആയിരിക്കണം. ഓക്കെ, അടുത്തത് സ്കാലാർ മെട്രിക്സ്. ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് ജസ്റ്റ് ചെയ്താം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡയഗണൽ മെട്രിക്സ് എന്താണ്? ഡയഗണൽ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ നോൺ 0യും നോൺ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 0യും ആയിരിക്കും. ഇവിടെ സ്കാലാർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാലാർ മെട്രിക്സ് എന്താണ്? എ ഡയഗണൽ മെട്രിക്സ്. അതെന്താണ്? ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അതേപോലെ ഇതിന്റെ ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതേപോലെ ഈ സ്കാലാർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ മനസ്സിലാക്കുക, ഈ സ്കാലാർ മെട്രിക്സ് ഓട്ടോമാറ്റിക്കലി എന്താകും? സ്ക്വയർ മെട്രിക്സ് ആകും. അതേപോലെ ഇതെന്താണ്? ഒരു ഡയഗണൽ മെട്രിക്സ് കൂടിയാണ്.
ഇപ്പൊ ഡയഗണൽ മെട്രിക്സിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. അതേപോലെ എന്താണ് ഇതിന്റെ ഡയഗണൽ എലിമെന്റ്സ് 0 കൂടി ആയിരിക്കും. അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 0 0 0 2 0 0 0 2 ഇവിടെ ഉള്ള ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഡയഗണൽ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു സ്കാലാർ മെട്രിക്സ് എന്ന് പറയാം. അടുത്ത എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 0 0 3 ഇതെന്താണ്, ഇതൊരു സ്കാലാർ മെട്രിക്സ് ആണ്. ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ആണ്. നോൺ ഡയഗണൽ എലമെന്റ്സ് ഓട്ടോമാറ്റിക്കലി അത് 0 തന്നെയാണ്. ഓക്കെ, ഇത് വരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ സർ. ഇനി അടുത്ത ടൈപ്പാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഇമ്പോർട്ടന്റ് ആണ്. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ തന്നെ ചോദിക്കുക. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്കാലാർ മെട്രിക്സ് ആണ്. ഈ സ്കാലാർ ഇവിടെ 2 ആണല്ലോ. ഈ ഐഡന്റിറ്റി മെട്രിക്സ്, അതായത് ഇവിടെ 2 വരാം, 3 വരാം, 1 വരാം, 5 വരാം, എന്തും വരാം. പക്ഷെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ കേസിൽ അത് 1 ആയിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 0 0 0 1 0 0 0 1 ഈ കാണുന്ന ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 1 ആയിരിക്കും. നോൺ ഡയഗണൽ എലമെന്റ്സ് ഓട്ടോമാറ്റിക്കലി 0 ആണ്. ഇനി 2x2 മെട്രിക്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 0 0 1. ഓക്കെ, ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്കാലാർ മെട്രിക്സ് ആണ്. ഈ സ്കാലാർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് 1 ആണെങ്കിൽ അതിനെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ലാസ്റ്റ് ടൈപ്പ് നമ്മൾക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ടൈപ്പ് സീറോ മെട്രിക്സ്. മെട്രിക്സ് ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ ചെയ്താ സീറോ മെട്രിക്സ് ഓർ ഈ സീറോ മെട്രിക്സിന്റെ വേറൊരു പേരാണ് നൾ മെട്രിക്സ്. സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ് if all its elements are zero. അപ്പൊ ഈ സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ എലിമെന്റ്സും എന്തായിരിക്കണം, 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സീറോ മെട്രിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നൾ മെട്രിക്സ്. എക്സാമ്പിൾ 0 0 0 0 ഇതെന്താണ്, ഒരു സീറോ മെട്രിക്സ് ആണ്. അടുത്ത 3/3 സീറോ മെട്രിക്സ് ആയിട്ടുള്ള 0 0 0 0 0 0 0 0 0. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെട്രിക്സിന്റെ ടൈപ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടി ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യാം. എന്താണ് ഈ കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. ഇവിടുത്തെ കേസിൽ നോക്കിയേ 1 കോളംസ് ഉള്ളൂ, 1 കോളം ഉള്ളൂ. ഇവിടെയും 1 കോളം ഉള്ളൂ. സോ നമുക്ക് എന്താ പറയാം, കോളം മെട്രിക്സ് എന്ന് പറയാം. ഇവിടെ റോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ റോയേ ഉള്ളൂ, 1 റോ. ഇറ്റ് ഹാസ് ഓൺലി 1 റോ. സോ നമുക്ക് എന്ത് പറയാം, റോ മെട്രിക്സ് എന്ന് പറയാം. ഇപ്പം സംശയം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം a = 1 എന്ന് പറയുന്നത്
ഇതിനെ നമുക്ക് എന്ത് പറയാം? റോ മെട്രിക്സ് എന്നും പറയാം, കോളം മെട്രിക്സ് എന്നും പറയാം. ഇവിടെ നോക്കുമ്പോൾ ഒരു ഇതെന്താണ്? 1/1 മെട്രിക്സ് ആണ്. ഒരു റോയും ഒരു കോളവും ഉള്ള മെട്രിക്സ്. സോ ഇതെന്താണ്? റോ മെട്രിക്സും ആണ്, കോളം മെട്രിക്സും ആണ്. ഓക്കെ. ദെൻ അടുത്ത ടൈപ്പാണ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ കേസിൽ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2, നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 2. ഇവിടുത്തെ കേസിൽ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3, നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 3. ഓക്കെ. ഇപ്പം 1/1, 2/2, 3/3, 4/4 ഇതൊക്കെ എന്താണ്? സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്. അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ നോൺ സീറോയും നോൺ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സീറോയും ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഡയഗണൽ എലമെന്റ്സ് നോൺ സീറോയും നോൺ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സീറോയും ആയിരിക്കുന്ന മെട്രിക്സ് ആണ് എന്ത്? ഡയഗണൽ മെട്രിക്സ്. ഓക്കെ. ദെൻ സ്കാലാർ മെട്രിക്സ്. സ്കാലാർ മെട്രിക്സ് എന്താണ്? ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. പിന്നീട് ഇതിന്റെ ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അതിനാണ് നമ്മൾ സ്കാലാർ മെട്രിക്സ് എന്ന് പറയാം. ഇനി അടുത്തതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഈ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കാലാർ മെട്രിക്സ് ആണ്. പിന്നെ ആ സ്കാലാർ എന്തായിരിക്കും? ആ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 ആണെങ്കിൽ മാത്രമേ ഇതിന് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുള്ളൂ. ഓക്കെ. അപ്പൊ 1 0 0 0 1 0 0 0 1, അതേപോലെ a = 1 0 0 1. ഇത് രണ്ടും എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നോർമലി നമ്മൾ ഇതിനെ സൂചിപ്പിക്കാറുള്ളത് I എന്ന് പറഞ്ഞിട്ടാണ്. 1 0 0 0 1 0 0 0 1. Okay. The last one, zero matrix. A matrix is said to be zero matrix or null matrix if all its elements are zero. ഇതിന്റെ എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സീറോ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ മെട്രിക്സിന്റെ ടൈപ്പ് കഴിഞ്ഞു. ഓക്കെ. ഇതുവരെ എടുത്ത കാര്യങ്ങൾ ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. സർ, സീറോ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണോ? അതെ, സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി അല്ല, അത് സ്ക്വയർ മെട്രിക്സ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇൻ കേസ് നമ്മള് ഓക്കെ, സോറി, 0 0 0 ഇതും എന്താണ്? ഒരു സീറോ മെട്രിക്സ് തന്നെയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓൾ ഇറ്റ്സ് എലിമെന്റ്സ് ആർ സീറോ. അത്ര ഇതിന്റെ കണ്ടീഷൻ ഉള്ളൂ. എലിമെന്റ്സ് ഒക്കെ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സീറോ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ സർ. Then next one, equality of a matrix. ഓക്കെ. ഇത് ചിലപ്പം ഒരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. ഓക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ ജസ്റ്റ് ഡെഫിനിഷൻ എഴുതാം. ടു മെട്രിസസ്. ഓക്കെ. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നോർമലി നമ്മൾ AIJ എന്ന് പറയുന്ന AIJ എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇപ്പൊ AIJ ഇതില് I എന്ന് പറയുന്നത് ith റോയും J എന്ന് പറയുന്നത് jth കോളവും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഓക്കെ നമ്മുടെ പറയാം. A B C D E F G I. ഓക്കെ. അപ്പോ A എന്ന് പറയുന്നത് നോക്കിയേ, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ആണ്. ഇപ്പൊ നമുക്ക് A11 എന്ന് പറയുന്നത് A ആണ്. ഇനി B എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് റോ ആണ്, പക്ഷെ സെക്കൻഡ് കോളാണ്. അപ്പൊ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കാം? A12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് B. ഇനി A13 എന്ന് പറഞ്ഞാലോ? ഫസ്റ്റ് റോ തേർഡ് കോളം. ഫസ്റ്റ് റോ
തേർഡ് കോളം ഏതാ? സി. പിന്നീട് അടുത്തതാണ് A21. A21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. സെക്കൻഡ് റോ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഏതാ? ഡി. ദെൻ സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ഇ. സെക്കൻഡ് റോ തേർഡ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് റോ, ദെൻ തേർഡ് കോളം എന്താണ്? എഫ്. ഓക്കെ. അപ്പൊ AIJ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താന്നുള്ളത്. അങ്ങനെ അത് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതല്ല, നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ദെൻ അടുത്തത് A31. 31 എന്ന് പറഞ്ഞാൽ തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ ഫസ്റ്റ് കോളം ജി. തേർഡ് റോ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് റോ, തേർഡ് റോ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് എച്ച്. തേർഡ് റോ തേർഡ് കോളം എന്ന് പറയുന്നത് ഐ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി അടുത്ത് പറയാൻ പോകുന്ന കൺസെപ്റ്റ് ആണ് ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. ഈസി ആയിട്ടുള്ള കാര്യം കേട്ടോ, ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ മെട്രിസസ് എന്ന് പറയുന്നത്. ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. Two matrices A equal to AIJ, comma B equal to BIJ are said to be equal. രണ്ട് മെട്രിക്സ് ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ ആണ് പറയുന്നത്. ആർ said to be equal if first condition they are of same order. സെയിം ഓർഡർ ആയിരിക്കണം. രണ്ട് മെട്രിക്സ് ഈക്വൽ ആന്ന് പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ആണ് എന്ത്? അത് അതിന്റെ രണ്ടിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ദേ ആർ ഓഫ് സെയിം ഓർഡർ. Each elements of A എന്ന് പറയുന്ന ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ എലമെന്റ്. ഓക്കെ, ഞാൻ പറയാം. എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് ബി. That means that is AIJ equal to BIJ. ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് മെട്രിക്സ് എഴുതാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഈ ഡെഫിനിഷൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. A11, A12, A21, A22. ബി എന്ന് പറയുന്ന മെട്രിക്സ് B11, B12, B21, B22. ഓക്കെ, ഈ എയും ബിയും ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സിന്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? രണ്ടിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഇവിടുത്തെ ഓർഡർ എന്താണ്? 1, 2. 2 റോസും 2 കോളംസും. അപ്പൊ ഇതെന്താ? 2/2. ഇവിടെ 1, 2, 2, 2. ഓക്കെ, 2/2. രണ്ടും എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും ഓർഡർ സെയിം ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്, ദേ ആർ ഓഫ് സെയിം ഓർഡർ. ഇനി സെക്കൻഡ് എന്താ പറയുന്നത്? ഈച്ച് എലമെന്റ്സ് ഓഫ് എ ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് ബി. അതായത് ഇപ്പം എയിലുള്ള ഫസ്റ്റ്, അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം, അതായത് A11, അത് ഏതിനോട് ഈക്വൽ ആയിരിക്കണം? കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് ബി. ബിയിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് അതേതാ? B11. ഇപ്പൊ A11 ഈക്വൽ ടു B11 ആയിരിക്കണം. അതേപോലെ A12 ഈക്വൽ ടു B12 ആയിരിക്കണം.
A21 ഈക്വൽ ടു B21 ആയിരിക്കണം. ദെൻ A22 ഈക്വൽ ടു B22. ഓക്കെ, അതായത് ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവാനുള്ള രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന് എന്താണ്, ഇതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. നമ്മൾ നോക്കി രണ്ടിന്റെ ഓർഡർ എന്താണ്, 2/2, ഒന്ന് 2/2. ഫോർ എക്സാമ്പിൾ വേറെ ഇപ്പം A ഈക്വൽ ടു XY Z A, അടുത്ത B ഈക്വൽ ടു 1 2 3 4 5 6. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഈക്വലാ എന്നുള്ള രീതിയിൽ പറയാനേ പറ്റില്ല. കാരണം എന്താ, ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/2ഉം ഇതിന്റെ ഓർഡർ എന്താണ് 1 2 3 ദെൻ 2 കോളം 3/2. രണ്ടിന്റെയും ഓക്കെ, രണ്ടിന്റെയും ഓർഡർ എന്തല്ല, സെയിം അല്ല. അപ്പോൾ നമുക്ക് ഇത് ഈക്വലാന്ന് പോലും പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഓർഡർ സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുള്ള എയിലുള്ള ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് ബിയിലുള്ള ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റിനോട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് A11 ഈക്വൽ ടു B11, A12 ഈക്വൽ ടു B12, A21 ഈക്വൽ ടു B21, A22 ഈക്വൽ ടു B22. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റ്യന് എഴുതാം. XY അല്ല XY Z A. One, 2, 3, 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് ഈക്വൽ ടു വാട്ട്, വൈ ഈക്വൽ ടു വാട്ട്, സെഡ് ഈക്വൽ ടു വാട്ട്, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു പറയാൻ പറ്റുമോ? ഹലോ, ഹലോ, ഓക്കെ, ഇത് രണ്ടും എന്താണ്, രണ്ട് മെട്രിക്സസും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇത് എന്താണ് 2/2 ആണ്, ഇതും 2/2 ആണ്. സോ പിന്നീട് നോക്കേണ്ട കാര്യം എന്താണ്, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ഏതാ, 1. ഇപ്പൊ എക്സ് ഈക്വൽ ടു 1, ദെൻ വൈ ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 3, എ ഈക്വൽ ടു 4. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. If x plus 3 z plus 4 2y minus 7 minus 6 a minus 1 0 b minus 3 minus 21 0. Okay, that is equal to 0 6 3y minus 2 minus 6 minus 3 2c plus 2 2b plus 4 minus 21, sorry, minus 21, okay, 0. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാണ്, എന്നിട്ട് ചോദിക്കുക find the values of XYZ AB
ആൻഡ് സി. ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ട് ഇതിന്റെ എക്സ് വൈ സെറ്റ് അതേപോലെ എ ബി സി ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? ഓക്കെ, ഞാൻ ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ x+3 എന്ന് പറയുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ഇതിലുള്ള ഏതാണ്? 0. അപ്പൊ നമുക്ക് എന്തായിരിക്കും? x+3 ഈക്വൽ ടു 0 ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? x ഈക്വൽ ടു ഈ 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ -3, x ഈക്വൽ ടു -3. ദെൻ നെക്സ്റ്റ് z+4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ഇവിടെ 6. അപ്പം z+4 ഈക്വൽ ടു 6. therefore z ഈക്വൽ ടു 6 - 4 that is equal to 2. then next 2y - 7 that is equal to 3y - 2. 2y - 7 that is equal to 3y - 2. ഇത് സെറ്റ് അല്ല കേട്ടോ, ഇത് 2 ആണ്. ഓക്കെ, എന്ത് ചെയ്യാ? ഈ 2y അപ്പുറത്തേക്കും -2 അപ്പുറത്തേക്കും കൊണ്ടുപോകാം. അപ്പം -7 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ -2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +2 3y, ഈ 2y ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2y. അപ്പൊ എന്താകും? 3y - 2y that is equal to y. -7 + 2 that is equal to -5. അപ്പൊ y equal to -5. then 6. ഓക്കെ, a - 1 അതായത് ഇവിടെ a - 1 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ഏതാ? -3. a - 1 that is equal to -3. therefore a equal to -3 + 1 that is equal to -2. then 2c + 2 equal to 0. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ആണ് 2c + 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 2c + 2 that is equal to 0. 2c equal to ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -2. c equal to -2/2 that is equal to -1. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. പിന്നീട് ഈ b - 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ആണ് അത് 2b + 4. b - 3 that is equal to 2b + 4. എന്ത് ചെയ്യാം? ഈ ബിനെ പുറത്തേക്കും ഈ 4നെ അപ്പുറത്തേക്കും കൊണ്ടുപോകാം. അപ്പൊ 2b, ഈ b പുറത്തേക്ക് വരുമ്പോൾ -b ആകും. അതേപോലെ -3 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ 4 പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -4 ആകും. സോ 2b - b that is equal to b. -3 - 4 that is equal to -7. b equal to -7. ഇല്ലതായോ? x ആയി, y ആയി, z ആയി, a ആയി, b ആയി, c ആയി. അപ്പൊ x equal to -3, y equal to -5, z equal to 2, a equal to -2, b equal to -7, c equal to -1. ഇത് ഓക്കെ ആണോ? Okay, sir. ഓക്കെ, then ഓക്കെ, ഇനി ഈ മെട്രിസസിന്റെ കുറച്ച് ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഈസി ആയിട്ടുള്ള കാര്യം കേട്ടോ. ഓപ്പറേഷൻസ് ഓഫ് മെട്രിസസ്. ഓപ്പറേഷൻസ് ഓഫ് മെട്രിസസ്. നമുക്ക് ഇതിലുള്ളത് ഒന്ന് അഡീഷൻ ഓഫ് മെട്രിസസ്. then multiplication of a matrix by a scalar. Multiplication of matrix by scalar. Next, negative of a matrix. One, differences of
matrices then multiplication of matrices. Multiplication of matrices. 3 ഓപ്പറേഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഒരൊറ്റ മിനിറ്റ്. ഓക്കെ, 3 ഓപ്പറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, അഡീഷൻ ഓഫ് മെട്രിസസ്. ഈസി ആയിട്ടുള്ള കാര്യം കേട്ടോ. അഡീഷൻ ഓഫ് മെട്രിസസ്. ഓക്കെ, ഞാൻ 2 മെട്രിക്സ് ചെയ്താണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അഡീഷൻ ഓഫ് മെട്രിസസ് നമുക്ക് എപ്പോഴും സെയിം ഓർഡറിലുള്ളത് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ 1 2 3 4 എഴുതി. ഇവിടെ b ഈക്വൽ ടു 6 7 8 9 10 11 ഇങ്ങനെ എഴുതി. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/2, ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആണ്. രണ്ടിന്റെ ഓർഡർ വ്യത്യാസമുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെട്രിക്സ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മെട്രിക്സിന്റെ ഓർഡർ സെയിം ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓക്കെ, പറയാം. ഓക്കെ, 1 2 3 4, ബി എന്ന് പറയുന്നത് 5 6 7 8. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സ് എങ്ങനെ ആഡ് ചെയ്യാം? അത്രേ ഉള്ളൂ, സിമ്പിൾ. എ പ്ലസ് ബി ഈക്വൽ ടു, നമ്മളിങ്ങനെ എഴുതുക, എ പ്ലസ് ബി ഈക്വൽ ടു, രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെന്റ്സ് ആഡ് ചെയ്യുക. 1ഉം 5ഉം ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. 2ഉം 6ഉം ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 8. 3ഉം 7ഉം ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ദെൻ 4 + 8 12. ഇതാണ് എന്ത്, എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ത്, മെട്രിക്സിന്റെ അഡീഷൻ എന്ന് പറയുന്നത്. നോർമലി ആഡ് ചെയ്യുന്ന പോലെ. ഓക്കെ, അങ്ങനെയെങ്കിൽ കുറച്ച് ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. Equal to -3 -4 5 6 8 -9 3 1 11. ബി എന്ന് പറയുന്ന എലമെന്റ് -6 5 -9 22 30 -7 5 7 -8. ഇങ്ങനെയുള്ള 2 മെട്രിസസ്, ഇതിന്റെ അഡീഷൻ. എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ വരിക? എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെന്റ്സ് ആഡ് ചെയ്യുക. അപ്പൊ -3ഉം -6ഉം ആഡ് ചെയ്യുക, ദാറ്റ് മീൻസ് -3 + -6 അതെന്തായിട്ട് മാറും, -3 -6 ആയിട്ട് മാറും, ദാറ്റ് ഈസ് ഈക്വൽ ടു -9. പിന്നീട് -4 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ്, 5. -4 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു
5 minus 4 that is equal to 1. പിന്നീട് 5 plus minus 9 that is equal to minus 4. Then 6 plus 22 that is equal to 28. 8 plus 13 that is equal to 21. Minus 9 plus minus 7. Minus 9 plus minus 7. അതെന്തായിട്ട് മാറും? Minus 9 minus 7 that is equal to minus 16. Then 3 plus 5 that is equal to 8. 1 plus 7 8. 11 plus minus 8. 11 plus minus 8 that is equal to 11 minus 8 equal to 3. അപ്പൊ ഇതായിരിക്കും എന്ത്? എ പ്ലസ് ബിന്റെ വാല്യൂ വരിക. ഇത്രയേ ഉള്ളൂ എന്ത്? മെട്രിക്സിന്റെ അഡീഷൻ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ഇതിന്റെ ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, എന്നാലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഹോംവർക്ക് ആയിട്ട് ഒരു 1-2 ക്വസ്റ്റ്യൻ തരാം. A equal to 5 3 2 11 6 minus 9 minus 7 minus 6 11. ബി എന്ന് പറയുന്നത് അപ്പൊ എന്താ ചെയ്യാ? ഇതിന്റെ വാല്യൂ ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എ പ്ലസ് ബി ഈക്വൽ ടു ഡാഷ്. ഇതെന്താ ചെയ്യാ? ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം അഡീഷൻ ഓഫ് മെട്രിക്സസ് ഓക്കെ ആണല്ലോ. Then next, multiplication of a matrix by scalar. Multiplication of matrix by scalar. എന്താണ് ഈ സ്കാലാർ എന്ന് പറയുന്നത്? സ്കാലാർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടേം, 1 or 2 or 3. ഓക്കെ, അപ്പൊ അതെങ്ങനെ വരിക എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിക്കാം. എ ഈക്വൽ ടു 1 2 3 4. ഒരു എക്സാമ്പിൾ ആട്ടോ, ഞാൻ ഓരോന്നും എക്സാമ്പിൾ വെച്ചിട്ടാ പറയുന്നത്. കുറെ ഡെഫിനിഷൻ പഠിച്ചു വെക്കാനൊന്നുമില്ല. ഓക്കെ, ബി ഈക്വൽ ടു ഓക്കെ. ഇപ്പൊ സ്കാലാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ കെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കെ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കാലാർ ആണ്. അപ്പൊ ഈ സ്കാലാർ കൊണ്ട് എനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ മാറ്റം? സിമ്പിൾ ആണ്. എന്താണ്? ഈ കെനെ എല്ലാ എലമെന്റ് കൊണ്ടും എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. കെ ഇൻറ്റു 1, കെ ഇൻറ്റു 2, കെ ഇൻറ്റു 3, കെ ഇൻറ്റു 4. അതെന്തായിട്ട് മാറും? കെ ഇൻറ്റു 1 കെ, കെ ഇൻറ്റു 2 2k, കെ ഇൻറ്റു 3 3k, കെ ഇൻറ്റു 4 4k. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ഈ മെട്രിക്സിന്റെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെക്ക് പകരം എന്ത് വരാം? ഏത് നമ്പർ വേണമെങ്കിൽ വരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 4a വരികയാണെങ്കിൽ എന്താകും? 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 2 8, 4 ഇൻറ്റു 3 12, 4 ഇൻറ്റു 4 16. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്? സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കൊരു വർക്കായിട്ട് എ ഈക്വൽ ടു -3 2 4 5 -6 7 8 -9 -1. എന്ത് കണ്ടുപിടിക്കുക? ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3a 7a 9a. ഇത് നിങ്ങൾ എന്ത് ചെയ്യും? വർക്കായിട്ടൊന്ന് ചെയ്യും. ഓക്കെ, ഓക്കെ.
ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? Okay, sir. Then negative of a matrix. Negative of a matrix. ഇപ്പൊ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ടാണ് അവരൊന്നും പറയുന്നത്. അപ്പം 1 2 3 -4 -5 6 -7 8 -9 എന്ന് പറയുന്ന മെട്രിക്സിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ -a. -a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിലുള്ള ഓരോ എലമെന്റ്സിനും എന്ത് ചെയ്യുക? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഈ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നെഗറ്റീവ് ഓൾറെഡി നെഗറ്റീവ് ആയിട്ടുള്ളത് എന്താവും? പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ -1 -2 -3 ഈ -4 ഉള്ള എന്താവും? ഒരു നെഗറ്റീവും കൂടി കൊടുക്കുമ്പോൾ 4 ആകും. -5 ഉള്ള 5 ആകും. Then -6 7 -8 and 9. ഇതായിരിക്കും എന്ത് വരിക? നെഗറ്റീവ് വരിക. ഇത്രേ ഉള്ളൂ. ഓക്കെ. ദെൻ അടുത്തതാണ് എന്ത്? ഡിഫറൻസസ് ഓഫ് മെട്രിസസ്. ഇപ്പൊ ഞാൻ ഇന്ന് ആകെ ഓപ്പറേഷൻസ് ഓഫ് എ മെട്രിക്സ് വരെ എടുക്കുന്നുള്ളൂ. ഓക്കെ. ഫോർത്ത് വൺ, ഡിഫറൻസസ് ഓഫ് മെട്രിസസ്. ഇതൊക്കെ നോട്ടാക്കി എഴുതി എടുക്കുക കേട്ടോ, ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിലായിട്ട്. ഇപ്പൊ ഡിഫറൻസസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. എ 5 6 7 8, ബി 8 9 2 3. ഓക്കെ. ഇപ്പൊ ഡിഫറൻസസ് ഓഫ് മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എ മൈനസ് ബി. എ മൈനസ് ബി എന്നാണ് ഒരു ഡിഫറൻസ് ആണ്. ഇപ്പൊ എ മൈനസ് ബി എങ്ങനെ ചെയ്യാം? സിമ്പിൾ. കറസ്പോണ്ടിങ് എലമെന്റ് എന്ത് ചെയ്യാം? എ 5 - 8 എന്താ വരിക? 5 - 8. then 6 - 9 7 - 2 8 - 3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 - 8 എന്താ? -3. 6 - 9 ദാറ്റ് ഈസ് ഈക്വൽ ടു -3. 7 - 2 5 8 - 3 5. ഓക്കെ, ഇതാണ് എ മൈനസ് ബി. ഇനി ബി മൈനസ് എ ഇതാണെങ്കിലോ? ബി മൈനസ് എ ഇതാണെങ്കിൽ ബി ആദ്യം 8 - 5 9 - 6 2 - 7 3 - 8. അതായത് ബി മൈനസ് എ എഴുതുമ്പോ എന്ത് ചെയ്യാം? ഫസ്റ്റ് ബി ആണ്. ബിയിൽ നിന്നാണ് എ മൈനസ് ചെയ്യേണ്ടത്. 8 - 5 9 - 6 2 - 7 and 3 - 8. ഇതുവരെ എന്താ? 8 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 9 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 2 - 7 ദാറ്റ് ഈസ് ഈക്വൽ ടു -5 3 - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു -5. അപ്പൊ എ മൈനസ് ബിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? അല്ലെങ്കിൽ എ മൈനസ് ബിന്റെ നെഗറ്റീവ് ആയിരിക്കും ബി മൈനസ് എ. അതൊക്കെ അറിയുന്ന കാര്യമല്ലേ? എ മൈനസ് ബിന്റെ നെഗറ്റീവ് ആയിരിക്കും എന്ത്? ബി മൈനസ് എ. ഓക്കെ, ഇത്രേ ഉള്ളൂ എന്ത്? ഡിഫറൻസസ് ഓഫ് മെട്രിസസ്. ഇതിന് ഞാൻ എന്ത് ചെയ്യാം? ഒരു 2 ക്വസ്റ്റ്യൻ തരാം. ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ചെയ്യാം. എന്താ വെച്ചാല് ഓക്കെ 3 5 6
7, 8, 9. ബി ഈ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം കേട്ടോ. 2, 3, 4, 5, 6. ഫസ്റ്റ് വൺ എ മൈനസ് ബി, ദെൻ 5a മൈനസ് 2b. ഇതൊക്കെ എങ്ങനെ ചെയ്യാം? എ മൈനസ് ബി സിമ്പിൾ. ഇങ്ങനെ എ മൈനസ് ബി, 3 minus 1 that is equal to 2. Then 5 minus 2 that is equal to 3. 6 minus 3 that is equal to 3. 7 minus 4 3. 8 minus 5 3. 3. A minus b ഇതാണ് വരിക. 5a minus 2b. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യം 5a എന്ന് പറയുന്നത് എന്താണ്? സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ 5 ആദ്യം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. n എന്ത് ചെയ്യുക? എല്ലാ ടേംസും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. That is equal to 3 into 5, 15. 5 into 5, 25. 6 into 5, 30. 7 into 5, 35. 8 into 5, 40. 9 into 5, that is equal to 45. അപ്പോൾ 5 എന്താണ് വരിക? 15, 25, 30, 35, 40, 45. 2b എന്താ വരിക? നമ്മൾ ആ ബീനെ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1, 2, 3. 1 into 2, 2. 2 into 2, 4. 3 into 2, 6. 4 into 2, 8, 10 and 12. ഇനി 5a minus 2b എങ്ങനെ ചെയ്യാം? 5aയിൽ നിന്ന് 2b മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 മൈനസ് 2, 25 മൈനസ് 4, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് മൈനസ് ചെയ്യുക. 30 മൈനസ് 6, 35 മൈനസ് 8, 40 മൈനസ് 10, 45 മൈനസ് 12. നിങ്ങൾ സ്പീഡോ എന്തെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ വരിക 15 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 13, 25 മൈനസ് 4 21, 30 minus 6, 24, 35 minus 8, 27, 40 minus 10, that is equal to 30, and 45 minus 12, 33. ഇതായിരിക്കും എന്ത് വരിക? 5a minus 2b യുടെ വാല്യൂ വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഇത് ഓക്കെ അല്ലേ? A, B, 5, 15, 20. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് വൺ ഹോംവർക്ക് ആയിട്ട് ചെയ്യട്ടോ. A minus b equal to what? B minus a equal to what? Then 3b minus 2a and 4a minus 2b. ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് ഓപ്പറേഷൻസ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. ഓക്കെ, അതാണ് ഇനി നെക്സ്റ്റ് എടുക്കുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷന് കുറച്ച് പ്രോസസ്സ് ഉണ്ട്, ശരിക്കും ശ്രദ്ധിക്കണേ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് കോംപ്ലക്സ് ആണ്, എന്നാൽ വലിയ ടഫ് അല്ല. ഒന്ന് ശ്രദ്ധിക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓർഡർ ഈക്വൽ ആയിരിക്കണം, ഓർഡർ സെയിം ആയിരിക്കണം. ഇവിടെ ഓർഡർ സെയിം ആവണമെന്നല്ല, ഓർഡറിന് വ്യത്യാസം ഉണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്പർ ഓഫ് റോസ്
in first matrix equal to number of columns in second matrix. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് മെട്രിക്സ് എ എം ബൈ പി ഇൻറ്റു ബി എം ബൈ എൻ പി ബൈ എൻ ദാറ്റ് ഈസ് ഈക്വൽ, നമുക്ക് ആൻസർ വരിക പുതിയൊരു മെട്രിക്സ് ആയിട്ടുള്ള സി, അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? എം ബൈ എൻ. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഫസ്റ്റ് മെട്രിക്സ്, അതായത് ഇതിൻ്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും ആയിരിക്കും എന്ത് നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഈ സി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ വരിക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മെട്രിക്സ് എ 3/2ഉം ബി എന്ന് പറയുന്നത്, എന്തായാലും ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? നമ്പർ ഓഫ് റോസ് ഇൻ ഫസ്റ്റ് കോളം. ഒറ്റ മിനിറ്റ്, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്പർ ഓഫ്, ഒറ്റ മിനിറ്റ്. Okay, the number of columns in first matrix equal to number of rows in second matrix. Okay, ശരിക്കും ശ്രദ്ധിക്കണേ. Number of columns in first matrix equal to number of rows in second matrix. That means ഇവിടുത്തെ number of columns എന്ന് പറയുന്നത് എന്താണ്? കോളംസ് എന്ന് പറയുന്നത് 2 ആണ്. അതന്നെ ആയിരിക്കും എന്ത് വരിക? സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് വരണം, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇവിടുത്തെ റോസ് എന്ന് പറയുന്നത് 2 തന്നെ വരണം. 2 എന്ത് വന്നാലും പ്രശ്നമില്ല, 2/4. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളെ സൊല്യൂഷൻ എന്തായിരിക്കും വരിക? സി, ഇതിന്റെ ഓർഡർ വരിക, ഇതിലെ ഫസ്റ്റ് ആയിട്ടുള്ള 3ഉം ഇതിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള 4ഉം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. ഓക്കെ. ഇനി ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് ഓരോന്ന് പറഞ്ഞു തരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ് മെട്രിക്സ്. ഇതാണ് എന്ത് ഈ മൾട്ടിപ്ലിക്കേഷന്റെ കണ്ടീഷൻ. ഇതൊന്ന് വേണമെങ്കിൽ ബോക്സിലാക്കി വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടും ഒരേ ഓർഡർ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെ ഇതിന്റെ മെട്രിക്സ് സോൾവ് ചെയ്യുന്ന കാണിച്ചു തരാം. എ ഇൻറ്റു ബി എങ്ങനെ ചെയ്യാം, നല്ലോണം ശ്രദ്ധിക്കണേ. 6, 9, 2, 3. ബി എന്ന് പറയുന്നത് 2, 6, 0, 7, 9, 8. ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഇതിന്റെ ഓർഡർ എഴുതി വെക്കുക, 2/2. ഇതിന്റെ ഓർഡറോ 2/3. അപ്പൊ എന്താണ് നോക്കേണ്ടത്? നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് മെട്രിക്സ്. ഫസ്റ്റ് മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 2. അതെന്തായിരിക്കണം? നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ് മെട്രിക്സ്. സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പൊ സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2. അപ്പൊ അത് രണ്ട് ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ എ ഇൻറ്റു ബി ആയിരിക്കില്ല ബി ഇൻറ്റു എ വരിക. ഓക്കെ, എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ. ചിലപ്പോൾ ചില കണ്ടീഷനിൽ വന്നേക്കാം, പക്ഷെ നിർബന്ധമായിട്ടും ആവണം നിർബന്ധമില്ല, ഈക്വൽ ആവണം നിർബന്ധമില്ല. ഓക്കെ,
അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? നല്ലോണം ശ്രദ്ധിച്ചോളി, കുറച്ച് ടാസ്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ എ ബി എന്ന് പറയുന്ന മെട്രിക്സ്, എ ഇൻറ്റു ബി എങ്ങനെ ചെയ്യാം? ഇതിലെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിലെ റോസ് ഇതിലെ കോളംസും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് റോ ഉണ്ടല്ലോ, ഫസ്റ്റ് റോ 6, 9, ഇവിടുത്തെ ഫസ്റ്റ് കോളമായിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് 6 ഇൻറ്റു ഫസ്റ്റ് എന്ത് ചെയ്യാം? 6 ഇൻറ്റു 2. അതായത് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഒന്ന് ഇവിടെ ജസ്റ്റ് കാണിക്കാം. ഇവിടെ 2 റോയാണ്, അടുത്തതിൽ 1, 2, 3 കോളമാണ്. നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ റോ ഇൻറ്റു ഈ കോളം, ഈ റോ ഇൻറ്റു ഈ കോളം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ 6, 9 ആണ് എന്ത് ഇതിന്റെ ഫസ്റ്റ് റോ, 6, 9 ആണ് ഇതിന്റെ ഫസ്റ്റ് റോ, 2, 7 ആണ് ഇതിന്റെ ഫസ്റ്റ് കോളം. അപ്പൊ നമ്മൾ 2, 7 ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. 6 ഇൻറ്റു 2 എന്താണ്? 6 ഇൻറ്റു 2 പ്ലസ് 9 ഇൻറ്റു 7. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കട്ടെ, ഞാൻ ഒരു പ്രാവശ്യം കാണിക്കാം, പിന്നീട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. 6 ഇൻറ്റു 2 പ്ലസ് 9 ഇൻറ്റു 7. ഇത് ഒരു എലമെന്റ് ആണ്, ഒരൊറ്റ എലമെന്റ് ആണ്. 6 ഇൻറ്റു 2 പ്ലസ് 9 ഇൻറ്റു 7. ഇനി അടുത്തത് വരിക, ഈ റോ തന്നെ വരിക, ഈ എന്ത് ചെയ്യും? കോളം മാറും. 6 ഇൻറ്റു 6, 6 ഇൻറ്റു 6, 6 ഇൻറ്റു 6 പ്ലസ് 9 ഇൻറ്റു 9, 9 ഇൻറ്റു 9. അടുത്തത് വരിക 6 ഇൻറ്റു 0, 6 ഇൻറ്റു 0 പ്ലസ് 9 ഇൻറ്റു 8. ദെൻ ഓക്കെ, നമ്മൾ ഫസ്റ്റ് റോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ 6, 9 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2, 7 മൾട്ടിപ്ലൈ ചെയ്തു, 6, 9 മൾട്ടിപ്ലൈ ചെയ്തു, 0, 8 മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 6, 9 ഓപ്പറേഷൻസ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് 2, 3. 2, 3 എന്ന് പറയുന്ന ഈ ഒരു റോ ഇതേപോലെ ചെയ്ത പോലെ 2 ഇൻറ്റു 7 മൾട്ടിപ്ലൈ ചെയ്യുക, 6 ഇൻറ്റു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 0 ഇൻറ്റു 8. 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 7. ഞാൻ ഒന്നുകൂടി പറയാട്ടോ എന്തായാലും. 2 ഇൻറ്റു 6 പ്ലസ് 3 ഇൻറ്റു 9, 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 8. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഹലോ, യെസ് സർ. എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറ. ഇത് രണ്ടാമത്തെ ഒരു പ്രാവശ്യം കൂടി പറയണോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇനി ആരുള്ള? സുഹൈല. ഓക്കെയാണ് സാറേ. ആ ഓക്കെ. അപ്പോ എന്ത് വരും? 6 ഇൻറ്റു 2 12, 12 പ്ലസ് 9 ഇൻറ്റു 7 63, 6 ഇൻറ്റു 6 36 പ്ലസ് 9 ഇൻറ്റു 9 81, 6 ഇൻറ്റു 0 0, 9 ഇൻറ്റു 8 72, 2 ഇൻറ്റു 2 4, 4 പ്ലസ് 3 ഇൻറ്റു 7 21, 2 ഇൻറ്റു 6 12, 3 ഇൻറ്റു 9 27, 2 ഇൻറ്റു 0 0 പ്ലസ് 3 ഇൻറ്റു 8 24. അപ്പോൾ 12 പ്ലസ് 63 എന്ന് പറഞ്ഞാൽ 75 ആണ്. 36 പ്ലസ് 81 നമ്മൾ എന്ത് ചെയ്യുക? 80 പ്ലസ് 30 ചെയ്യുക, അപ്പം 110 കിട്ടും, പ്ലസ് 7, അപ്പോൾ 117. ദെൻ 0 പ്ലസ് 72 72, 4 പ്ലസ് 21 എന്താ? 25, 12 പ്ലസ് 27 ദാറ്റ് ഈസ് ഈക്വൽ ടു 39, 0 പ്ലസ് 24 24. ഇതായിരിക്കും എന്ത് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരിക. ഇനി നമുക്ക് ബി എ എങ്ങനെ ചെയ്യാൻ നോക്കാം. ബി എ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം. ബിന്റെ ഇതെന്താണ്? ഓർഡർ എന്താ? 2/3. എന്റെ ഓർഡർ എന്താ? 2/2.
ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ്. നമ്പർ ഓഫ് കോളംസ് എന്താ? ഇവിടെ 3. ഇവിടെ നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ്. ഇവിടെ എന്താ? 2. രണ്ട് ഈക്വൽ ആണോ? സോ രണ്ട് ഈക്വൽ അല്ല. ഇവിടെ 3ഉം ഇവിടെ 2 ആണ്. രണ്ട് ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബി എ കണ്ടുപിടിക്കാൻ പറ്റില്ല. ബി എ നോട്ട് ഡിഫൈൻഡ്. ഇത് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കിയാൽ ബി എങ്ങനെ എഴുതാം? ബി 2 6 0 7 9 8 എ വരിക 6 9 2 3. ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നേ? 2 ഇൻറ്റു 6 6 ഇൻറ്റു 2. ഇനി 0 എന്ന് പറയുന്ന ആൾക്ക് ചെയ്യാനൊന്നുമില്ല. ചെയ്യാനുള്ള വാല്യൂ ഇവിടെ ഇല്ല. സോ ഇതെന്തല്ല? ബി എ നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറച്ച് ഇതുവരെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോ ഇതൊന്ന് നിങ്ങൾ പറയണേ. എ എന്ന് പറയുന്നത് 4/2ഉം ബി എന്ന് പറയുന്നത് 2/4ഉം ആണ്. നമ്മൾ എ ബി കണ്ടുപിടിക്കുകയാണ്. എ ബി കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ ഓർഡർ എന്തായിരിക്കും വരിക? 2/2 ആണോ? 2/2 അല്ല. എ ബിന്റെ ഓർഡർ വരിക എന്റെ ഫസ്റ്റിലുള്ള നമ്പർ ഓഫ് റോസും ബിയിലുള്ള കോളംസും 4/4 ആണ് വരിക. അതാണ് ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചത്. അതായത് ഓക്കെ, M/P-യും P/N-ഉം. അപ്പം ഇതിന്റെ ലാസ്റ്റുള്ള വാല്യൂ എന്താ വരുന്നത്? ഇതിലെ എമ്മും ഇതിലെ എന്നും. M/N. ഓക്കെ, ഇവിടെ നമുക്ക് വെറുതെ ജസ്റ്റ് നോക്കാം. എ ബി ചെയ്തല്ലോ. എ ബി ഏൻ്റെത് 2/2ഉം ബിന്റെ 2/3ഉം. 2/2 അടുത്ത് 2/3ഉം. നമ്മൾ ആൻസർ വരിക 2. ഇതിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള 2/3 ആയിരിക്കും അല്ലേ? 1 1 2 2 then 3 കോളംസ് 2/3. മനസ്സിലായോ? അപ്പൊ ഇതിലെ ഫസ്റ്റ് നമ്പർ ഓഫ് റോസ് ഇൻ ഫസ്റ്റ് ആയിരിക്കും എന്ത് ഇതിന്റെ സൊല്യൂഷന്റെ വരിക. എ ബി എന്ന് പറയുന്നതിന്റെ ഓർഡർ വരിക എന്റെ നമ്പർ ഓഫ് റോസും ബിന്റെ നമ്പർ ഓഫ് കോളംസും. അത് വെച്ചിട്ടായിരിക്കും എന്ത് വരിക? എ ബിന്റെ ഓർഡർ വരിക. ഓക്കെ, ഇപ്പൊ ഞാൻ എഴുതി എ ഈക്വൽ ടു 4/2, ബി ഈക്വൽ ടു 2/4. എ ബിന്റെ വാല്യൂ, എ ബിന്റെ ഓർഡർ വരിക 4/4 ആണെന്ന് പറഞ്ഞു. അപ്പൊ ബി എ നമുക്ക് കിട്ടോ ഇല്ലേ? ഒന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ബി എ ഡിഫൈൻഡ് ആണോ അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആണോ? ഡിഫൈൻഡ് ആണെങ്കിൽ അതിന്റെ ഓർഡർ എന്താ വരിക? ഒന്ന് പറയാൻ പറ്റുമോ? ഹലോ 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 യെസ് സർ, പറ്റും. പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ബി എന്റെ ഇത് വരിക? ഓർഡർ എന്താ വരിക? 4/4. 4/4 ആണോ? ബി അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. 4/4 ഒന്നുകൂടി ഒന്ന് വേണമെങ്കിൽ നോക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ബിയും എയും ഒന്നുകൂടി ചെയ്ത് നോക്കുക. ബിന്റെ ഓർഡർ എന്താ? 2/4. എന്റെ ഓർഡർ എന്താ? 4/2. നമ്മൾ ആദ്യം നോക്കുന്നത് ഡിഫൈൻഡ് ആണോ എന്ന്. ഡിഫൈൻഡ് ആണോ നോക്കണ്ടേ? നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് ഏതാ? ബി ആണ്. നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ്, രണ്ടും ഈക്വലാ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ബി എയും ഡിഫൈൻഡ് ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇനി ബി എന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അത് ഏത് ഓർഡർ ആയിരിക്കും? ഓർഡർ ചെയ്തൽ ഇതാണ്, ഫസ്റ്റ് ഇൻറ്റു ലാസ്റ്റ്. 2/2 ആയിരിക്കും വരിക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ സർ. മനസ്സിലായി സർ. ഓക്കെ, അങ്ങനെയെങ്കിൽ
ഓക്കെ, ഞാൻ ഒരു 1-2 ക്വസ്റ്റ്യൻ തരാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി മൾട്ടിപ്ലിക്കേഷൻ ഒന്നുകൂടി എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് കോംപ്ലക്സ് വരുന്നൊരു ഭാഗമാണ്. അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് തന്നെ അടുത്ത ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, a equal to 1, 2, 3, 4. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് എ സ്ക്വയർ. ഇപ്പൊ എ സ്ക്വയർ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എ ഇൻറ്റു എ. അപ്പം 1, 2, 3, 4. അതേപോലെ 1, 2, 3, 4 ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തേ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഇതൊന്ന് എന്ത് ചെയ്യാം, ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നിർത്താം. ഞാൻ എന്ത് ചെയ്യാം, ഇന്ന് എടുത്ത കാര്യം ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്നുകൂടി പറയാം. ഓക്കെ, എന്താണ് മെട്രിക്സസ് എന്ന് പറഞ്ഞു. ദെൻ സെക്കൻഡ് വൺ, ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ ഓഫ് മെട്രിക്സ് പറഞ്ഞു, നമ്പർ ഓഫ് റോസ് ആണ് ഫസ്റ്റ് വരിക, ദെൻ നമ്പർ ഓഫ് കോളംസ്. പിന്നെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും? ഇപ്പൊ m/n മെട്രിക്സ് ആണെങ്കിൽ m × n ആയിരിക്കും. 2/3 ആണെങ്കിൽ 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എലമെന്റ്സ് ആയിരിക്കും വരിക. പിന്നെ ഈ ഓക്കെ, ഈ ക്വസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് മെട്രിക്സ്. കോളം മെട്രിക്സ് എന്താണ്? ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. റോ മെട്രിക്സ് ഇറ്റ് ഹാസ് ഓൺലി 1 റോ. സ്ക്വയർ മെട്രിക്സ് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദെൻ ഡയഗണൽ മെട്രിക്സ് എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ദെൻ ഇതിന്റെ ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? നോൺ സീറോയും നോൺ ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ സീറോയും ആയിരിക്കും. ദെൻ സ്കാലാർ മെട്രിക്സ് എന്താണ്? ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അതേപോലെ ഇതിന്റെ ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്നെങ്കിൽ 2, 2, 2 അല്ലെങ്കിൽ 3, 3, 3 അല്ലെങ്കിൽ 1, 1, 1. 1, 1, 1 വരുമ്പോ എന്തായും? അത് ഐഡന്റിറ്റി മെട്രിക്സ് ആവും. ഓക്കെ, ദെൻ സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സീറോ മെട്രിക്സ് എന്ന് പറയാം. പിന്നെ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ്, രണ്ട് മെട്രിക്സ് ഈക്വൽ ആവാനുള്ള 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്താണ്? ദേ ആർ ഓഫ് സെയിം ഓർഡർ. രണ്ടാളും എന്തായിരിക്കണം? സെയിം ഓർഡർ ആയിരിക്കണം. പിന്നെ ഇത് എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. ഈച്ച് എലമെന്റ്സ് ഓഫ് എ ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് ബി. അതായത് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയാം. പിന്നീട് ഓക്കെ, ക്വസ്റ്റ്യൻസ്, ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ്, അഡീഷൻ ഓഫ് മെട്രിസസ്, then multiplication of matrix by scalar, negative of a matrix, differences of matrices, multiplication of matrices. Okay, addition simple ആണ്. ഞാൻ എന്ത് ചെയ്താൽ മതി? 1 + 5 6, 2 + 6 8, 3 + 7 10, 4 + 8 12. ഇത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ബൈ സ്കാലാർ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ 4a കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ഈ a നെ ഈ 4 എന്ന് പറയുന്ന എലമെന്റ് വെച്ച് എല്ലാ എലമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 1, 4 × 2, 4 × 3, 4 × 4. അതാണ് ഇവിടെ ചെയ്തത്. പിന്നീട് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ട്, ഹോംവർക്ക് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് എന്താണ്? ജസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാ വാല്യൂസിനും നെഗറ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? നെഗറ്റീവ് മെട്രിക്സ് ആവും. അപ്പോൾ ഓൾറെഡി നെഗറ്റീവ് ആയിട്ടുള്ള എന്താവും? പോസിറ്റീവ് ആവും. പിന്നെ ഡിഫറൻസ് ഓഫ് മെട്രിക്സ് പറഞ്ഞു. a - b യും b - a ഒക്കെ എങ്ങനെ ചെയ്യാന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹോംവർക്ക് തന്നിട്ടുണ്ട്, ഒക്കെ ഒന്ന് നോക്കിയെടുക്കാം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്, ഇതാണ് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ എയും ബിയും ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ് മെട്രിക്സ്. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. അപ്പം ഏതൊക്കെ ചെയ്യാൻ പറ്റും ഏതൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ എന്താ ചെയ്യേണ്ടത്? 6 × 9 ഡിവൈഡഡ് ബൈ 6ഉം 9 കൊണ്ട് ഈ 2 7 ആദ്യം ചെയ്യുക. അതായിരിക്കും ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരിക. ഈ 6ഉം 9 കൊണ്ട് 6ഉം 9 ചെയ്യുക. അതാണ് എന്ത്? സെക്കൻഡ് എലമെന്റ്. ഈ 6 9 0 8 കൊണ്ട് ചെയ്യുന്നതാണ് തേർഡ് എലമെന്റ് ആയിട്ട് വരിക. പിന്നീട് ഓക്കെ, ഫസ്റ്റ് റോന്റെ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് റോ എന്താണ്? 2ഉം 3ഉം. ഈ 2ഉം 3ഉം 2ഉം 7 കൊണ്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ആയിട്ട് വരിക.
2 3യും 6 9 കൊണ്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് എലമെന്റ്. 2 3 0 8 ആയിട്ട് ചെയ്യുന്നതാണ് തേർഡ് എലമെന്റ് ഇൻ സെക്കൻഡ് റോ. ഇതാണ് എന്ത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ എടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Yes, sir. Okay. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹോംവർക്ക് ഒക്കെ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ ഒന്ന് ചെയ്തു വരിക കേട്ടോ. ഓക്കെ, എന്നാ ലെഫ്റ്റ് അടിക്കാം. ക്ലാസ് കഴിഞ്ഞില്ലേ? ക്ലാസ് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ.